24-25 വയസ്സാണ്. ആ വയസ്സിൽ ഈ തയ്യാറെടുപ്പിൻ്റെ അൺസർട്ടനിറ്റി എന്ന് വിളിക്കാവുന്ന, അനിശ്ചിതത്വം എന്ന് വിളിക്കാവുന്നതിൻ്റെ ഉടലൊക്കെ കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങി നടക്കും. ഡൽഹിയിലെ തെരുവുകൾക്ക് നമ്മളെ അസാധാരണമാം വിധം പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് അന്നാണ് മനസ്സിലാക്കിയത്. കാരണം എത്ര നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള മണ്ണാണിത്. എത്ര ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുകയും ഒടുക്കുകയും ചെയ്ത മണ്ണാണിത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അന്നൊക്കെ ഇറങ്ങി നടന്ന് 1 മണിക്കും 2 മണിക്കും ഒക്കെ ഉറക്കമില്ലാതെ ഇറങ്ങി നടന്നിരുന്ന ആ കാലം ഓർത്തു പോവാണ്. ഇന്ന് ഈ കുട്ടികളിവിടെ ഉറക്കമൊഴിച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടികൾ ഉറക്കമൊഴിക്കുന്നതൊന്നും വെറുതെ ആകില്ല എന്ന് അവരോട് പറയാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം വരാൻ തോന്നിയത്. SSLCക്കും പ്രീ ഡിഗ്രിക്കും ഒക്കെ സമയം രാത്രി 12 മണി കഴിഞ്ഞ് ഏകദേശം 35 മിനിറ്റായി. ഡൽഹിയിലാണ്, ഈ കുട്ടികളുടെ കൂടെയാണ്. ഒരു 18 വർഷം മുമ്പ് ഡൽഹി ഓർമ്മ വരികയാണ്. 2008 18 വർഷങ്ങൾക്ക് മുമ്പ് സിവിൽ സർവീസിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഡൽഹിയിൽ ഒരു 10 മാസം വന്ന് താമസിച്ചത്. അന്നൊരു 24-25 വയസ്സാണ്. ആ വയസ്സിൽ ഈ തയ്യാറെടുപ്പിൻ്റെ അൺസർട്ടനിറ്റി എന്ന് വിളിക്കാവുന്ന, അനിശ്ചിതത്വം എന്ന് വിളിക്കാവുന്നതിൻ്റെ ഉടലൊക്കെ കടന്നു പോകുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങി നടക്കും. ഡൽഹിയിലെ തെരുവുകൾക്ക് നമ്മളെ അസാധാരണമാം വിധം പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് അന്നാണ് മനസ്സിലാക്കിയത്. കാരണം എത്ര നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള മണ്ണാണിത്. എത്ര ഭരണകൂടങ്ങളെ സൃഷ്ടിക്കുകയും ഒടുക്കുകയും ചെയ്ത മണ്ണാണിത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അന്നൊക്കെ ഇറങ്ങി നടന്ന് 1 മണിക്കും 2 മണിക്കും ഒക്കെ ഉറക്കമില്ലാതെ ഇറങ്ങി നടന്നിരുന്ന ആ കാലം ഓർത്തു പോവാണ്. ഇന്ന് ഈ കുട്ടികളിവിടെ ഉറക്കമൊഴിച്ചിരിക്കുന്ന സമയത്ത് ആ കുട്ടികൾ ഉറക്കമൊഴിക്കുന്നതൊന്നും വെറുതെ ആകില്ല എന്ന് അവരോട് പറയാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം വരാൻ തോന്നിയത്. SSLCക്കും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന സമയത്തും പിന്നീട് MBBSൻ്റെ എൻട്രൻസ് പരീക്ഷയ്ക്കും അത് കഴിഞ്ഞ് സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുമ്പോഴൊക്കെ പഠിപ്പ് കൊണ്ട് കേമനാകാമെന്നൊന്നുമല്ല നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പഠിപ്പിലൂടെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾക്ക് ഈ നാട്ടിലൊരു സ്ഥിരതയുണ്ട് എന്നും അത് മെറിറ്റിനെ തന്നെ അംഗീകരിക്കുന്ന ഒന്നാണ് എന്നും അതിൽ കുറുക്കുവഴികളില്ലാതെ എത്തിപ്പെടാൻ എല്ലാവർക്കും അവസരമുണ്ട് എന്നുമൊക്കെയായിരുന്നു. ആ പ്രതീക്ഷ ഇന്ന് ഈ കുട്ടികൾക്കില്ല. അതുകൊണ്ടാണ് ആ കുട്ടികൾ സമരം ചെയ്യുന്നത്. പഠിച്ചിട്ട് ഇനി എന്ത് എന്ന് ചോദിക്കുന്ന ഈ വിദ്യാർത്ഥികളോട് നിങ്ങൾ ഇനിയും പഠിക്കണം എന്ന് പറയേണ്ടത് നമ്മൾ തന്നെയാണ്. അവരെ പഠിപ്പിക്കില്ല എന്നാണ് ഈ സർക്കാർ പറയുന്നത്. ആ സർക്കാരിനെ നമുക്കൊരു പാഠവും പഠിപ്പിക്കേണ്ടി വരും. ഇവിടെ ഈ സമരരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒറ്റ ലക്ഷ്യമുള്ളൂ. ഒറ്റ ലക്ഷ്യം. സമരം പൊളിക്കാൻ നടക്കുന്നവർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. സമരരിക്കുന്നവർ പറയുന്നത് അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം ഈ നാട്ടിൽ. ആ അവസരത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവർ അവരെ പഠിപ്പിക്കണം. പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ ഏകപക്ഷീയമായിട്ടല്ല. പഠിച്ചു വരുമ്പോൾ മാർക്ക് കിട്ടുമ്പോൾ ഇവിടെ ജോലി അവസരങ്ങൾ, ഉദ്യോഗങ്ങൾക്കൊക്കെ തുല്യമായ നീതി, അവകാശം ഉണ്ടാവണം. അതിനുള്ള അവസരങ്ങൾ സർക്കാർ സൃഷ്ടിക്കണം. ഈ നാട്ടിൽ ഇനിയും ജീവിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ സർക്കാർ പറയുന്നതോ നിങ്ങളെ ഇവിടെ ആവശ്യമില്ല, തൽക്കാലം ഇവിടെ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നവർ മതി. ഈ സമരം അനാവശ്യമാണ് എന്ന് പറഞ്ഞ് ഇതിൽ ഈ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിക്കുന്ന സകല ആളുകൾക്കും ഉള്ള ആ ഒരൊറ്റ ലക്ഷ്യം ഈ നാട് ഗതി പിടിക്കരുത് എന്ന് തന്നെയാണ് എന്നാണ് പലപ്പോഴും തോന്നിയിരിക്കുന്നത്.